അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം മക്കളെ, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാണ്. കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെയും മാധ്യസ്ഥത്തിൽ ഈ പ്രാർത്ഥന പ്രതീക്ഷിച്ചുകൊണ്ട് ലോകം മുഴുവനും വിവിധ സ്ഥലങ്ങളിൽ ജാഗ്രതയോടെ ഇരിക്കുന്ന ഓരോ മകൻ്റെ മേലും മകളുടെ മേലും കർത്താവേ, നിന്റെ തിരുമുറുവാർന്ന വലതുകരം ആണിപ്പെടുന്ന അത്ഭുതകരം വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് യാത്ര ചെയ്യുന്ന മക്കൾ, കർത്താവ് ഇൻ്റർവ്യൂ ഉള്ള മക്കൾ, കർത്താവ് പരീക്ഷ എഴുതുന്ന മക്കൾ, അനേകം മക്കൾ ആശീർവാദം വാങ്ങിച്ച് പോയിട്ടുണ്ട് പരീക്ഷ എഴുതാൻ വേണ്ടി. അവരെല്ലാം കർത്താവെ ആശീർവദിക്കണം. പരീക്ഷാ സമയങ്ങളിൽ കർത്താവെ അങ്ങ് അവിടെ കൂടെ വസിച്ചുകൊണ്ട് അവർക്ക് ചിലർക്ക് പരീക്ഷ എഴുതുന്നതിന് പ്രയാസമുള്ളവരുണ്ട്, ചിലർക്ക് ഓർമ്മ കിട്ടത്തില്ല, ഓർത്തെടുത്ത് കമ്പ്യൂട്ടറിൽ കറുപ്പിക്കാനോ വെളുപ്പിക്കാനോ പറ്റാത്തവരുണ്ട്, തീരുമാനം എടുക്കാൻ താമസം എടുക്കുന്നവരുണ്ട്. അവരെല്ലാവരെയും ഈശോയുടെ നാമത്തിൽ ഞാൻ ആശീർവദിക്കുന്നു. കുടുംബത്തിലെ പ്രത്യേക അവസ്ഥ കൊണ്ടും പിന്നെ ഹോസ്റ്റലിൽ അവിടെയൊക്കെ നിൽക്കുന്ന ഒരു ഭക്ഷണമില്ലായ്മ കൊണ്ടും നല്ല ഭക്ഷണം കിട്ടാത്തത് കൊണ്ടും അവന് ഉറക്കമില്ലാത്തത് കൊണ്ടും വയറൊക്കെ മോശമായിരുന്നതുകൊണ്ടും പല ആൾക്കാർക്കും പലതരം ശാരീരികമായ പല ആവശ്യതകളും ഉള്ളതുകൊണ്ടും പല കാര്യങ്ങളെയും ബാധിക്കുകയും വേദനിക്കുകയും നിരാശപ്പെടുകയും സങ്കടപ്പെടുകയും എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ലാതെ ഒരാശ്വാസമില്ലാതെ പരക്കം പാകുകയും ചെയ്യുന്ന എല്ലാ മക്കളെയും ഞാൻ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധമ്മയുടെ മാധ്യസ്ഥത്തിലെ നിന്നെ യേശുനാമത്തിൽ ആശ്രയിക്കുന്നു. ദൈവത്തിലെ നീ അനുഗ്രഹിക്കപ്പെട്ടവളാണ്, നീ അനുഗ്രഹിക്കപ്പെട്ടവനാണ്. നിൻ്റെ വഴികളിൽ നീ ഇന്ന് പോകുന്നിടത്തെല്ലാം കർത്താവ് നിന്നെ അനുഗ്രഹിക്കും. നിൻ്റെ വഴികളിൽ നീ ഇന്ന് സംസാരിക്കുന്നിടത്തെല്ലാം കർത്താവ് നിന്നെ അനുഗ്രഹിക്കും. ദൈവത്തിലെ നിൻ്റെ ഓരോ ഉദ്യമങ്ങളും നിൻ്റെ ഓരോ ചിന്തകളും നിൻ്റെ ഓരോ തീരുമാനങ്ങളും അത് അനുകൂലമാണ് നടക്കാനും അനുകൂലമല്ലെങ്കിൽ നിനക്കെതിരാണെങ്കിൽ നടത്താതിരിക്കാനും കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് നിന്നെ ഗൈഡ് ചെയ്യട്ടെ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ
കുരിശിൻ്റെ അടയാളത്തിൽ ദൈവത്തിൻ്റെ ശക്തിയാൽ ഇന്ന് നീ ചെയ്യുന്ന മുഴുവൻ കാര്യങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ കൃപ ചൊരിയട്ടെ. പരിശുദ്ധ അമ്മ ദൈവമാതാവ് നിനക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. എൻ്റെ പ്രിയപ്പെട്ടവരെ, പിന്നെ ഉണ്ടല്ലോ, ചില ആൾക്കാർ ദൈവമായിട്ട് ഒരു പ്രാവശ്യം ചോദിക്കും, രണ്ടാമത്തെ പ്രാവശ്യം ചോദിച്ചില്ല, പിന്നെ ആ വഴിക്ക് പിന്നെ അവർ വരത്തില്ല. അപ്പോൾ പ്രാർത്ഥന വലിയ കാര്യമൊന്നുമില്ല എന്ന് പറയും. അത് ദൈവത്തിന് അറിയാവുന്നതുകൊണ്ട് ഇവന്മാരോട്, ഇങ്ങനെയുള്ള അണ്ണന്മാരോട് ദൈവം അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യത്തുമില്ല. അതാണ് ഏറ്റവും വലിയ വരുന്ന വിഷയം. ഇപ്പം ചിലർക്ക് ദൈവം ചോദിക്കുമ്പോൾ തന്നെ എടുത്ത് കൊടുക്കുകയും ചെയ്യും. അത് മിക്കവാറും നശിപ്പിൻ്റെ വിത്തുകളായിരിക്കും, അത് വേറെ വിഷയം. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന്, ഈ ധൂർത്തപുത്രൻ്റെ ഒരു മൂത്ത ചേട്ടനില്ലേ, നമ്മൾ ധൂർത്തപുത്രൻ്റെ ഒരു വായനയുണ്ടല്ലോ, അപ്പോൾ ധൂർത്തപുത്രൻ്റെ മൂത്ത ചേട്ടനില്ലേ, ചേട്ടായി അങ്ങേര് ഇവിടെ ഇവൻ തിരിച്ചു വരുമ്പോൾ വീട്ടിലെ ഡാൻസും പാട്ടും കേട്ടിട്ട് സങ്കടം വരും അല്ലേ. ഇവരെ കൊടുത്ത കാളക്കുട്ടിയൊക്കെ ഒന്ന് അപ്പൻ മകന് നല്ല ഉടുപ്പ് കൊടുത്തു, ചെരുപ്പ് കൊടുത്തു, മോതിരം കൊടുത്തു. അവിടെ എല്ലാവരും ഭയങ്കര നൃത്താഘോഷങ്ങളൊക്കെ കഴിയുമ്പോഴാണ് തപ്പും കൊട്ടും പാട്ടും ഒക്കെ കേട്ട് ഈ മൂത്ത മകൻ വയലിൽ നിന്ന് വരികയില്ലേ, അപ്പോഴും അവൻ കഷ്ടപ്പെട്ട് ജോലിയും ചെയ്ത് വെച്ച് വരികയാണ്. ആ സീനൊക്കെ ഭയങ്കര ഐറോണിക്ക് ഭയങ്കര സീനാണത്. കാര്യം ഈ വീട് ചത്തുപോയിട്ട് കുറേ നാളായി, ഇത് മരിച്ച വീട് പോലെ കിടക്കേണ്ട സംഭവം. അയാൾ ഓർത്തത് അയാൾക്ക് വഴിതെറ്റിപ്പോന്ന് അയാൾ വിചാരിച്ചത്, ഈ മൂത്ത മകന്. കാര്യം ഇങ്ങനെ സംഭവിക്കുന്നത് നമ്മുടെ വീട്ടിലെ അങ്ങനെ സംഭവിക്കണെ കുറിച്ച് അയാൾ ചിന്തിക്കണില്ല. അത് ആ രണ്ടിൻ്റെ വീട്ടിൽ അടിയന്തരം നടക്കണമെന്നാണ് ചിന്തിച്ചത്. വന്ന് നോക്കി വാതിക്കൽ എത്തിയപ്പോഴല്ലേ നമ്മുടെ വീട്ടിലാണ് ഈ വേല പടയനും മുഴുവനും. അപ്പം അയാളൊരു വേലക്കാരനെ വിളിച്ചു പറഞ്ഞ മറ്റേ വന്നേട്ടാ, ആള് വന്നിട്ടുണ്ട് കേട്ടാ. അയാൾ ആ ജീവനോടെ കിട്ടിയൊരു അപ്പം ഭയങ്കര സന്തോഷത്തിലാണ്. കാളേക്കുന്ന് അടിയന്താ നടത്തി കണ്ടിരിക്കണ പാട്ടും ഡാൻസ്. അവൻ അപ്പം തന്നെ ഇടിവെട്ട് കൊണ്ട പോലെ കനച്ചൊരു പോലെ ഇങ്ങനെ നിൽക്കുക. അപ്പം അപ്പൻ പിരി മാറ്റി ജല്ലക്കിടക്കൂടെ നോക്കുമ്പോൾ കണ്ടു നിൽക്കണ ഒരു രൂപം കനച്ച് നിൽക്കുകയാണ്. അപ്പൻ്റെ ചങ്കന്ന് പിടച്ച് കാര്യം ഇവരെങ്ങനെ നാട് വിട്ടു പോയാൽ എന്ത് ചെയ്യും, ഇതുപോലെ പോയാൽ എന്ത് ചെയ്യും. അപ്പോഴേ അപ്പൻ്റെ ആക്രാന്തം കാണണം. പണ്ട് ഇവനോട് ആ ആക്രാന്തം കാണിച്ചിരിക്കുമ്പോൾ പോകത്തില്ലായിരുന്നു. ഇപ്പം അപ്പൻ എന്താ ചെയ്യണം നോക്കി. ലുക്ക 15:27 വേലക്കാരൻ പറഞ്ഞു, നിന്റെ സഹോദരൻ തിരിച്ചു വന്നിരിക്കുന്നു, അവനെ സസുഖം തിരിച്ചു കിട്ടിയത് കൊണ്ട് നിന്റെ പിതാവ് കൊഴുത്ത കാളക്കുട്ടിയെ കൊന്നിരിക്കുന്നു. അപ്പനും ഭയങ്കര സന്തോഷായി. അവൻ കോപിച്ച് അകത്തു കയറാൻ വിസമ്മതിച്ചു. പിതാവ് പുറത്തു വന്നു. അതേതാണ് സംഭവം. പിതാവിന്റെ രക്ഷണം മാറി. ഈ പുറത്ത് വരുത്തിലും പിറക്കം പാച്ചിലും ഒക്കെ പുറത്തു വന്നു. പിതാവ് ലക്ഷണം പറയണ്ടേ, പിതാവ് പുറത്തു വന്നു. അവനോട് സാന്ത്വനങ്ങൾ പറഞ്ഞു. അവനോട് പട്ടാങ്ങി പറയാൻ, സാന്ത്വനല്ല പട്ടാങ്ങിയാണ്. കാര്യം അവൻ വിട്ടുപോയി കഴിഞ്ഞാൽ എല്ലാം വെള്ളത്തിലാവും. അതാണ് അവന്റെ മൂല്യമുള്ളവനാണ് അവനോട് സാന്ത്വനങ്ങൾ പറയാൻ തുടങ്ങി. എന്താണ് പിതാവ് പറഞ്ഞത് കേട്ടെ? എന്നാൽ അവൻ പിതാവിനോട് പറഞ്ഞു, നോക്കൂ, എത്ര വർഷമായി, കാലമായി ഞാൻ നിനക്ക് ദാസ്യവേല ചെയ്യുന്നു. അവൻ ദാസ്യവേല ചെയ്യാന്ന് മകനെ പോലെ അവൻ ദാസനായിട്ട് ഇവിടെ ജോലി ചെയ്യുന്ന. ഒരിക്കലും നിന്റെ കൽപ്പന ഞാൻ ലംഘിച്ചിട്ടില്ല. വചനം അവനെ ജോലി ചെയ്യുകയും ചെയ്യും, വചനം കേൾക്കുകയും ചെയ്യും. അതാണ് ഭയങ്കര ഒരു ഉടമ്പടി ജീവിതമാണ് അവൻ്റെ. ആ മൂത്ത മകൻ്റെ ജീവിതം ഉണ്ടല്ല, കറക്റ്റ് ഉടമ്പടി ജീവിതമാണ്. അവൻ വചനം കേൾക്കുകയും ചെയ്യും, ആ വചനം അനുസരിച്ച് വീട്ടിൽ ജീവിക്കുകയും ചെയ്യും. എങ്കിലും എന്റെ കൂട്ടുകാരോടൊത്ത് ആഹ്ലാദിക്കാൻ ഒരു ആട്ടിൻകുട്ടിയെ പോലും നീ എനിക്ക് തന്നില്ല. ഇതേണ്ട സമയക്ക് ഈ അപ്പൻ ഒരു മക്കളോട് രണ്ട് തരത്തിലാണ് പെരുമാറൊക്കെ തോന്നിപ്പോകും. കാര്യം ഇത് ആട്ടിൻകുട്ടിയെ പോലും ഇവിടെ കൊടുത്തില്ലല്ല. കാര്യം ആട്ടിൻകുട്ടിയുടെ കാര്യം പറയാതിരിക്കണം നല്ലതേ. കാര്യം ഈ അപ്പൻ ആലിൽ പോണത് അത് ആടിനെത്തിച്ചാൻ പോണ പരിപാടിയൊന്നും ഇല്ല. വയസ്സാക്കായിട്ട് വീട്ടിൽ ഇരിക്കണേ. അവനാണ് ഈ 100 ആടിനെയും കൊണ്ട് പോണത്. അതിൽ 10-15 ഒക്കെ ഓരോ ദിവസം പ്രസവിക്കും. അതേ 5-6 കുട്ടികളൊക്കെ ഉണ്ടാകും, 10-40 കുട്ടികളുണ്ടാകും. ഇതിന്റെ കണക്കെല്ലാം കൃത്യമായിട്ട് വൃത്തിമനമായിട്ട് ഈ അപ്പന് കൊടുക്കുന്നുണ്ട്. ഈ അപ്പൻ്റെ ഇടയ്ക്ക് 10 ആടിന്റെ കണക്ക് കുറച്ച് കൊടുത്താലും അപ്പൻ ഇവനെ വിശ്വസിക്കും. പക്ഷെ അവൻ ഈ മൂത്തവൻ സത്യസന്ധനാ, വചനത്തിലും ജീവിതത്തിലും എല്ലാം സത്യസന്ധനാ. എന്നിട്ട് ഈ സത്യസന്ധനായിട്ടുള്ള സംഭവം എന്താണ്?
അത് പറയല്ലേ, സത്യസന്ധനായിട്ട് ഇരുന്നിട്ട് കർത്താവിൻ്റെ കയ്യിൽ നിന്ന് ഒരു കൂട്ടുകാരുടെ കൂടെ ഉല്ലസിക്കാൻ വേണ്ടി ഇവൻ അതിൻ്റെ അകത്ത് ഒരു ആട്ടിൻകുട്ടിയെ ചോദിച്ചിട്ട് നമ്മൾ ആട്ടും ഓടിച്ചു കളഞ്ഞവരെ അവൻ. പക്ഷെ എന്നിട്ടും അവൻ കയർത്തില്ല. അതാണ് മൂത്ത മകൻ എന്ന് പറയുന്നത്. മൂത്ത മകൻ ഒരു സംഭവമാണ് ശരിക്കും. ബൈബിളിൽ ഏറ്റവും ടോപ്പ് ആ മൂത്ത മകനാണ് ശരിക്കും. അവനെ കണ്ടില്ല, നീ നോക്കിയ ഇത്രയും പ്രസംഗം ഉണ്ടായി ദൈവത്തിന് മുമ്പ് നിൽക്കണം എങ്ങനെയാണെന്ന് നമുക്ക് പഠിപ്പിക്കണത് ഈ മൂത്ത മകനും. പിന്നെ ലൂക്ക ഇതിന് 2 അധ്യായം കഴിയും 12, 17, 10 പറയുന്ന ഒരു ദാസനുമുണ്ട്. ഉഴാനും ആട് മേയ്ക്കാനും പോയിട്ട് തിരിച്ചിതുപോലെ വയലിൽ നിന്ന് വന്നവനാണ്. ഈ വയലിൽ നിന്ന് വന്നവന്മാരൊക്കെ വില്ലന്മാരായിരിക്കും. ഈ മൂത്ത മകനും വയലിൽ നിന്ന് വരികയും ഇനി ലൂക്ക 17, 10 ഒരാൾ വയലിൽ നിന്ന് വരും, ഉഴാനും ആട് മേയ്ക്കാനും പോയിട്ട് അവനും വരും. അപ്പോൾ അവൻ വയലിൽ നിന്ന് വരുമ്പോൾ എന്താ പറയണത്, നീ പോയി കുളിക്കുക, എനിക്ക് ഭക്ഷണം ഉണ്ടാക്കുക, വിളമ്പിത്തരിക, പിന്നെ നിനക്ക് കഴിക്കുക എന്നല്ല പറയുക. അത് എന്നിട്ട് അതെല്ലാം കൽപ്പിക്കപ്പെട്ടെല്ലാം ചെയ്തതിന് ശേഷം പ്രയോജനരഹിത ദാസൻ, ശരിക്കും പ്രയോജനരഹിത ദാസൻ ആരാണ്? ഈ മൂത്ത മകനാ. അവനൊരു പ്രയോജനമില്ലാത്തവൻ, അവൻ പ്രയോജനമില്ല, അപ്പനെ കൊണ്ട് ഒരു പ്രയോജനമില്ലാത്തൊരു മനുഷ്യനായിട്ട് അവൻ ജീവിക്കുകയാണ്. എൻ്റെ ദൈവത്തിലെ യഥാർത്ഥ ആധ്യാത്മിക ജീവിതത്തിൽ ദൈവത്തെ കൊണ്ട് ഒരു പ്രയോജനമില്ലാത്തവനായിട്ട് നമുക്ക് തോന്നും. ദൈവത്തെ കൊണ്ട് ഒരു പ്രയോജനമില്ല നമുക്ക് തോന്നാം. എന്നിട്ട് നമ്മൾ വിശ്വാസിച്ച് ജീവിക്കും. അതാണ് മൂത്ത മകൻ്റെ ജീവിതം. അപ്പം പറയേണ്ട വാക്കുണ്ട്, എന്താണ്? ഇങ്ങനെ ജീവിക്കുമ്പോൾ നീ ഓർക്കണം മകനെ, എൻ്റെ മകനെ, നീ എപ്പോഴും എന്നോട് കൂടി ഉണ്ടല്ലോ. അപ്പോൾ ദൈവത്തിൽ നിന്നൊന്നും കിട്ടിയില്ലെങ്കിൽ ദൈവം തന്നെ നിൻ്റെ കൂടെ ഉണ്ട് എന്ന് നീ മനസ്സിലാക്കണം. എൻ്റെ പേര് സോണിയ. ഞാൻ കോട്ടയം ജില്ലയിൽ മണർകാട് സെൻറ്റ് മേരീസ് പള്ളിയിൽ ഇടവകാംഗമാണ്. 2022 ഏപ്രിൽ 11 ഞാനിവിടെ ഉടമ്പടി എടുത്തത്. ഉടമ്പടി എടുക്കുവാനുണ്ടായ സാഹചര്യം, എൻ്റെ 4ാമത്തെ കുഞ്ഞിന് വേണ്ടിയാണ് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തത്. എനിക്ക് 4 സിസേറിയൻ ആയിരുന്നു. അതിൽ 3ാമത്തെ സിസേറിയൻ ഒരല്പം കോംപ്ലിക്കേഷൻ ഉള്ളതായിരുന്നു. 8ാം മാസത്തിൽ എനിക്ക് വളരെയധികം കൺട്രാക്ഷൻ ഉണ്ടാവുകയും എനിക്ക് എൻ്റെ സ്കാർ വിട്ടുപോകുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു. അത് വളരെ അത്ഭുതകരമായി ഞാൻ അന്ന് ആ ഹോസ്പിറ്റലിൽ എത്തപ്പെട്ടതായിരുന്നു. എൻ്റെ കുഞ്ഞിന് ഒരു പനി പോലെ കണ്ട് യാതൊരു ഇതുമില്ലാതെ ഞങ്ങൾ പെട്ടെന്ന് ആ ഹോസ്പിറ്റലിൽ ചെന്നു. കുഞ്ഞിനെ കാണിക്കാൻ കയറിയപ്പോൾ കുഞ്ഞിന് യാതൊരുവിധ കുഴപ്പവുമില്ലായിരുന്നു. പക്ഷേ എൻ്റെ ഡോക്ടർ അവിടെ ഫ്രീ ആയിരുന്നത് കൊണ്ട് ഞാൻ ഡോക്ടറെ കയറി കണ്ടപ്പോൾ എനിക്ക് ഹെവിയറായിട്ടുള്ള കൺട്രാക്ഷൻ ഉണ്ടായിരുന്നു. ഡോക്ടർ എമർജൻസി സിസേറിയൻ പറഞ്ഞു. കുഞ്ഞിനെയുമായിട്ട് നിന്ന് എന്നെ 2 സിസ്റ്റേഴ്സ് വളരെ എമർജൻസി ആയി പിടിച്ച് ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റി ഓപ്പറേഷൻ ചെയ്യുകയായിരുന്നു. ഞാൻ വളരെ കരഞ്ഞുകൊണ്ടാണ് അന്ന് അവിടെ കയറിയത്. എൻ്റെ കൂടെ എൻ്റെ ഹസ്ബൻഡും കുഞ്ഞും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എങ്കിലും സർജറി യാതൊരു കുഴപ്പമില്ലാതെ നടന്നു. സർജറി നടന്നുകൊണ്ടിരുന്നപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു, ഇത് എൻ്റെയും തൻ്റെയും ഭാഗ്യമാണ്, തൻ്റെ സ്കാർ വിട്ടു പോന്നിരിക്കുമായിരുന്നു, ഇൻറ്റേർണൽ ബ്ലീഡിംഗ് ഉണ്ടായി, തൻ്റെ ജീവൻ വരെ അപകടത്തിൽപ്പെടാവുന്ന ഒരു സാഹചര്യമായിരുന്നു ഇതെന്ന് എന്നോട് പറഞ്ഞു. ഇത് ഇനി ആരോടും സമ്മതമൊന്നും ചോദിക്കുന്നില്ല, തൻ്റെ പ്രസവ ശസ്ത്രക്രിയയിൽ കൂടെ തൻ്റെ ബന്ധികരണ ശസ്ത്രക്രിയയും കൂടെ ഞാൻ ചെയ്യുകയാണ്, ഇനി ഒരിക്കലും കുഞ്ഞുങ്ങളുണ്ടാകാൻ പാടില്ല എന്ന് പറഞ്ഞു. അന്ന് അവിടെ ചെയ്തു. 2 വർഷങ്ങൾക്ക് ശേഷം എനിക്ക് വീണ്ടും ഒരു ക്ഷീണം വന്നു. ഞാൻ ഡോക്ടറെ പോയി കണ്ടു. പീരീഡ് മിസ്സായി. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇത് സാധാരണമാണ്, എല്ലാവർക്കും സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്, അതുകൊണ്ട് യാതൊരു വിധത്തിലും പേടിക്കേണ്ട, താൻ പോയി UPT ടെസ്റ്റ് ഒന്ന് ചെയ്തിട്ട് വരൂ, പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്തിട്ട് വരൂ, കുഴപ്പമില്ലെങ്കിൽ ഞാൻ ഇന്ന് തന്നെ ടാബ്ലറ്റ് തരാമെന്ന് പറഞ്ഞു. ഞാനെൻ്റെ UPT ടെസ്റ്റ് ചെയ്തപ്പോൾ അത് പോസിറ്റീവായിരുന്നു. ഞാൻ വീണ്ടും പ്രഗ്നൻ്റായി. ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു, നമുക്കൊന്ന് സ്കാൻ ചെയ്ത് നോക്കാം. ഇത് സാധാരണ ഇങ്ങനെ പ്രസവം നിർത്തിയവർക്ക്, അതും സിസേറിയനിലൂടെ നിർത്തിയതല്ലേ, അതുകൊണ്ട് തനിക്ക് കൂടുതലും തൻ്റെ ട്യൂബിലാകാനാണ് ചാൻസ്, അല്ലാതെ ആകത്തില്ല എന്ന് പറഞ്ഞു. പക്ഷേ ഞങ്ങൾ ചെന്നു സ്കാൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ ട്യൂബിലല്ല, യൂട്രസിൽ തന്നെയാണ് കുഞ്ഞുള്ളത്. അന്നേരം ഡോക്ടർ പറഞ്ഞു, ഇപ്പോൾ ഹാർട്ട് ബീറ്റ് എടുക്കാറായില്ല, നിങ്ങൾ 2 ആഴ്ച കഴിഞ്ഞ് വരൂ. എന്തായാലും ഇത് കണ്ടിന്യൂ ചെയ്ത് പോകാൻ നമുക്ക് ഒരിക്കലും സാധിക്കില്ല, കാരണം തൻ്റെ 3rd പ്രഗ്നൻസിയിൽ തനിക്ക് ഇങ്ങനെ വന്നതാണ്, അതുകൊണ്ട് ഒരിക്കലും ഇത് കണ്ടിന്യൂ ചെയ്ത് പോകാൻ പാടില്ല. ഇവിടെ ഹാർട്ട് ബീറ്റ് ഇല്ലെങ്കിൽ ഞങ്ങൾ ഈ ഹോസ്പിറ്റലിൽ തന്നെ അത് ചെയ്തു തരാം എന്ന് പറഞ്ഞു. അവർ ഞങ്ങളെ അയച്ചു. 2 ആഴ്ച ഞങ്ങൾ കരഞ്ഞും പ്രാർത്ഥിച്ചും കൊണ്ടിരുന്നു. ദൈവമേ, അത്ഭുതം എന്തെങ്കിലും ചെയ്ത് ഞങ്ങൾ ഇതിൽ നിന്ന് ഒഴിവാക്കി തരണമേ എന്ന് ഞങ്ങൾ നിരന്തരമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഏപ്രിൽ 9-ാം തീയതി ഞങ്ങൾ അവിടെ ചെന്നു, ഹോസ്പിറ്റലിൽ ചെന്നു. സ്കാൻ ചെയ്തപ്പോൾ കുഞ്ഞിന് ഹാർട്ട് ബീറ്റ് ഉണ്ട്. കുഞ്ഞ് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഹാർട്ട് ബീറ്റാണ്. ഡോക്ടർ എന്നിട്ടും എന്നോട് പറഞ്ഞു, ഇത് നമുക്ക് കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോകാൻ പറ്റത്തില്ല സോണിയ, കാരണം സോണിയയ്ക്ക് ഇങ്ങനെയുള്ള ഒരു സാഹചര്യം മുൻപേ ഉള്ളതുകൊണ്ട് ഇത് യാതൊരു വിധത്തിലും നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല. ഞങ്ങൾ ഒരുപാട് കരഞ്ഞു, വിഷമിച്ചു. എൻ്റെ ഹസ്ബൻഡും വളരെയധികം വിഷമിച്ചു, കാരണം ഞാനൊരു കത്തോലിക്ക വിശ്വാസത്തിൽ വളർന്നു വന്ന ഒരാളായിരുന്നു. അതുകൊണ്ട് എനിക്ക്
പ്രസവം നിർത്തുന്നതോ അബോർഷൻ ചെയ്യുന്നതിനോടൊന്നും യാതൊരു താല്പര്യമില്ലാത്ത വ്യക്തിയായിരുന്നു. അങ്ങനെയുള്ളവർക്ക് വേണ്ടി നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ഞാൻ. അപ്പം ഞാൻ ആകെ തകർന്നു, കരഞ്ഞു, വളരെയധികം സങ്കടത്തിലൂടെ ഞങ്ങൾ കടന്നുപോയി. പക്ഷേ ഡോക്ടർ അന്ന് തന്നെ ഞങ്ങൾക്ക് വേറെ ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യാൻ തന്നു. എമർജൻസി ആയിട്ട് പോയി ഇന്ന് തന്നെ ഇത് ചെയ്യൂ, ഇത് നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല, കാരണം ഇത് അബോർഷൻ പോലും ചെയ്യുന്നത് റിസ്ക്കാണ്, തനിക്ക് 3 സിസേറിയൻ കഴിഞ്ഞതാണ്, അപ്പോൾ കുഞ്ഞിന് വലിപ്പം വെച്ച് കഴിഞ്ഞാൽ യാതൊരു കാരണവശാലും പിന്നീട് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, തൻ്റെ ജീവൻ പോലും അപകടത്തിലാകും. അന്ന് തന്നെ എമർജൻസി ആയിട്ട് ഞങ്ങളെ വേറൊരു ഹോസ്പിറ്റലിലേക്ക് വിട്ടു. ആ ഡോക്ടർ ഞങ്ങളോട്, ഞാൻ ചോദിച്ചു എന്തെങ്കിലും ഒരു ഇതുണ്ടോ ഡോക്ടർ, ഞങ്ങൾക്ക് എന്തെങ്കിലും ചെയ്തു തരാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ ആ ഡോക്ടറും ഞങ്ങളോട് പറഞ്ഞു ഇത് യാതൊരു രീതിയിൽ നമുക്ക് കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോകാൻ പറ്റില്ല, അത്രയധികം റിസ്ക്കാണ്. അതുകൊണ്ട് ഞങ്ങൾ അവിടുന്ന് ഞങ്ങൾക്ക് ഡേറ്റ് തന്നു, ഉള്ള ടെസ്റ്റുകളെല്ലാം ചെയ്യിപ്പിച്ചു. ഏപ്രിൽ 11-ാം തീയതി രാവിലെ 7 മണിയാകുമ്പോൾ ഹോസ്പിറ്റലിൽ ചെല്ലണമെന്ന് പറഞ്ഞ് ഞങ്ങളെ അവിടുന്ന് തിരികെ അയച്ചു. പിറ്റേ ദിവസം ഓശാന ഞായറായിരുന്നു. അതിൻ്റെ പിറ്റേ ദിവസമാണ് ഞങ്ങൾക്ക് ഹോസ്പിറ്റലിൽ ചെല്ലേണ്ട ദിവസം. ഞാൻ വളരെയധികം കരഞ്ഞു. ഓശാന ഞായറാഴ്ച പള്ളിയിൽ പോയി നിന്ന് പ്രാർത്ഥിച്ചു ഈശോയോടും മാതാവിനോടും. ആ പള്ളിമുറ്റത്ത് നിന്ന് ഞാൻ അവിടെ നിന്ന് കരഞ്ഞു. ആ കുർബാന തുടങ്ങി തീരുന്നത് വരെ ഞാൻ അവിടെ നിന്ന് കരഞ്ഞുകൊണ്ടിരിക്കുന്നു. ആരെങ്കിലും എന്നെ ശ്രദ്ധിക്കുന്നുണ്ടോ എന്നൊന്നും ഞാൻ നോക്കിയില്ല. എൻ്റെ ഇളയ 3-ാമത്തെ കുഞ്ഞ് എൻ്റെ കയ്യിലിരിപ്പുണ്ടായിരുന്നു. അവന് 2 വയസ്സേ ഉള്ളൂ. അവനുമായി നിന്നു. എൻ്റെ കയ്യിൽ ഓലയുണ്ട്, അവൻ എൻ്റെ ഒരു കയ്യിലിരിക്കുന്നു. വേറെ ആരും എൻ്റെ കൂടെയില്ല. ഞാൻ അവിടെ നിന്ന് കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. വിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന സമയമായപ്പോൾ ആരും എന്നെ പള്ളിയിലേക്ക് ഉന്തി കയറ്റുന്ന പോലെ എനിക്ക് തോന്നി, വളരെ ഇതായിട്ട്. പക്ഷേ എൻ്റെ മനസ്സ് പിന്നെ എൻ്റെ കൈ കുഞ്ഞില്ലേ, കയ്യിലാണ് കുർബാന സ്വീകരിക്കുന്നത്, കയ്യിൽ ഓലയുണ്ട്, കുഞ്ഞുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഞാൻ പുറകോട്ട് നിൽക്കുമ്പോഴും ആരും എന്നെ ബലം പ്രയോഗിച്ച് ഉള്ളിലേക്ക് കിടത്തി ഞാൻ ചെന്ന് കുർബാന സ്വീകരിച്ചു. കുർബാന സ്വീകരിച്ച ശേഷം ഞാൻ ഈശോയുടെയും അമ്മയുടെയും മുഖത്തോട്ട് നോക്കി ചോദിച്ചു, ഞാൻ ഇത് ആഗ്രഹിച്ച് എനിക്ക് കിട്ടിയതല്ല, നിങ്ങൾ എൻ്റെ കയ്യിൽ വെച്ച് തന്ന സമ്മാനമാണിത്, എനിക്കിത് നഷ്ടപ്പെടാൻ പാടില്ല, എനിക്ക് എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല, പക്ഷേ എനിക്ക് എൻ്റെ കുഞ്ഞ് നഷ്ടപ്പെടാൻ പാടില്ലെന്ന് പറഞ്ഞു. ഞാൻ അവിടെ നിന്ന് കരഞ്ഞു. എന്തോ വളരെമായൊരു ശക്തി എന്നിലേക്ക് വരുന്നത് ഞാൻ അറിഞ്ഞു. പിറ്റേ ദിവസം ഹോസ്പിറ്റലിൽ പോകേണ്ട ഞാൻ എൻ്റെ ഹസ്ബൻഡിനെ വിളിച്ച് പറഞ്ഞു ഞാൻ വരുന്നില്ല. ഇതിനു മുമ്പ് എൻ്റെ നാത്തൂൻ എന്നോട് കൃപാസനം പള്ളിയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു നമുക്ക് പള്ളിയിൽ പോകാം, പള്ളിയിൽ പോയിട്ട് വന്നിട്ട് നമുക്ക് എന്ത് തീരുമാനം വേണേലും എടുക്കാം. അദ്ദേഹം പറഞ്ഞു നീ നമ്മുടെ 3 കുഞ്ഞുങ്ങളെ ഓർക്കുന്നില്ലേ, ഈ ഒരു കുഞ്ഞിന് വേണ്ടി നമ്മുടെ 3 കുഞ്ഞുങ്ങളെ തള്ളിക്കളയുകയാണോ എന്ന് ചോദിച്ചു. പക്ഷേ ഞാൻ ശക്തമായിരുന്നു തീരുമാനം ഇവിടെ വരണമെന്നുള്ളത്. ഞങ്ങൾ അന്ന് ഡോക്ടർ ഞങ്ങൾക്ക് അബോർഷന് തന്ന സമയം തന്നെ ഞങ്ങൾ ഇവിടെ വന്നു. ഞങ്ങളിവിടെ വന്നപ്പോൾ ജോസഫ് അച്ഛൻ്റെ ധ്യാനം നടന്നുകൊണ്ടിരിക്കുമായിരുന്നു, ഉടമ്പടി ധ്യാനം നടന്നുകൊണ്ടിരിക്കുമായിരുന്നു. അന്ന് ധ്യാനമുണ്ടെന്നൊന്നും ഞങ്ങൾക്ക് അറിയില്ല, പക്ഷേ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അന്ന് ആ സ്കാൻ ചെയ്യാനായിട്ട് ഞാനൊരു മുറിയുടെ വാതിക്കൽ ഇരുന്നപ്പോൾ ഒരു മാതാവിൻ്റെ ഫോട്ടോ ഉണ്ടായിരുന്നു അവിടെ. ആ ഫോട്ടോയിൽ നോക്കിയപ്പോൾ കുറേ വചനങ്ങൾ പരിശുദ്ധ അമ്മയോട് പറഞ്ഞ് മാലാഖാവെന്ന് പറഞ്ഞ് കുറേ വചനങ്ങൾ എൻ്റെ മനസ്സിലേക്ക് വന്നത്. എന്തുകൊണ്ട് അന്ന് വന്നതെന്ന് എനിക്കറിയില്ല. ഇങ്ങനെ പുറകെ ആ വചനങ്ങൾ എന്നിൽ വന്ന് നിറഞ്ഞു. ഞാൻ ഇവിടെ വന്നപ്പോൾ അച്ഛൻ ആ വചനങ്ങൾ തന്നെയാണ് ഇവിടെ പറഞ്ഞുകൊണ്ടിരുന്നത് ഉടമ്പടി ധ്യാനത്തിൽ. അപ്പോൾ ഞാൻ ഇവിടെ ചുമ്മാ വന്നതല്ല, മാതാവിനെ കൂട്ടിക്കൊണ്ട് വന്നതാണെന്ന് എനിക്ക് ഉറച്ച ബോധ്യമുണ്ടായി. ഞാൻ അമ്മയുടെ മുമ്പിൽ വന്നു. അമ്മ എല്ലാവരും എന്നോട് പറയുന്നു ഈ കുഞ്ഞ് വേണ്ട, ഇതിനെ താങ്ങാനുള്ള ശക്തി എൻ്റെ യൂട്രസിനില്ല, പക്ഷേ അമ്മയുടെ കരങ്ങൾക്കുണ്ടല്ലോ ശക്തി, അമ്മയുടെ കരങ്ങൾക്കുണ്ടല്ലോ, അമ്മ ഈ കുഞ്ഞിനെ താങ്ങിയാൽ മതി. ഞാൻ പറഞ്ഞു അമ്മയെ ഏൽപ്പിച്ചു. ഞാൻ തിരികെ പോയി. എനിക്ക് എല്ലാ മാസവും ഇവിടെ വരാനുള്ള കൃപയും അമ്മ തന്നു. എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തുകൊണ്ടിരുന്നു. എല്ലാം അന്നേരം ഉപവാസം എടുക്കുന്ന ഒരു കാര്യത്തിൽ മാത്രം എനിക്ക് ഒരല്പം ബുദ്ധിമുട്ട് ഗർഭിണിയായിരുന്നുകൊണ്ട് വന്നു. അമ്മ ആ ബുദ്ധിമുട്ട് മനസ്സിലാക്കി. എൻ്റെ ഇളയ നാത്തൂൻ ഈ പള്ളിയിൽ എപ്പോഴും വരുന്ന വിശ്വാസിയാണ്. എന്നോട് വിളിച്ച് പറഞ്ഞു സോണിയ ഒന്നുകൊണ്ടുമില്ല, പേടിക്കേണ്ട. എന്നോട് അമ്മ ശക്തമായിട്ട് പറയുന്നു ഉപവാസം എടുക്കുക, സോണിയയ്ക്ക് വേണ്ടി ഉപവാസം എടുക്കാൻ ശക്തമായിട്ട് എന്നോട് പറയുന്നു. ആ കാര്യം ഓർത്ത് വിഷമിക്കേണ്ട എന്ന് പറഞ്ഞു. ആ ചെറിയ വിഷമങ്ങൾ പോലും പരിശുദ്ധ അമ്മ ഇവിടെ വന്നു കഴിയുമ്പോൾ നമ്മുടെ ചെറിയ വിഷമങ്ങൾ പോലും അമ്മ അത് കണ്ട് മനസ്സിലാക്കും. ഇവിടെ വരുമ്പോൾ എനിക്ക് ആ ഒരു തണുപ്പ് അനുഭവപ്പെടും. അമ്മ നമ്മളെ ചേർത്ത് പിടിക്കുന്ന ഒരു അനുഭവം എനിക്ക് എപ്പോഴും ഇവിടെ വരുമ്പോൾ ഉണ്ടാവും. എനിക്ക് ഈ മറ്റുള്ളവർ പറയുന്ന വാക്കുകൾ കേട്ട് വളരെയധികം ഭയം തോന്നിയാലും ഞാൻ ഇവിടെ വരുമ്പോൾ എനിക്ക് ആ ഭയങ്ങളെല്ലാം മാറിപ്പോകുന്നതായിട്ട് ഞാൻ കണ്ടു. എല്ലാ കാര്യങ്ങളിലുമുണ്ട്. അതുപോലെ അച്ഛനെ കാണാനായിട്ട് വളരെ ശക്തമായിട്ട് ഞാൻ ആഗ്രഹിച്ചിരുന്നു. ഓരോ മാസം വരുമ്പോഴും അതിങ്ങനെ നടക്കാൻ പോയി. അങ്ങനെ എനിക്ക് 7-ാം മാസം കഴിഞ്ഞ് 8-ാം മാസത്തിലൂടെ കയറുന്ന ആ ഒരു സമയമായപ്പോൾ സെപ്റ്റംബർ മാസത്തിൽ എന്നോട് യാത്രയൊന്നും ചെയ്യരുതെന്ന് ഡോക്ടർ പറഞ്ഞിരുന്നു. എന്നാലും എനിക്ക് ശക്തമായി മനസ്സിൽ തോന്നി ഇവിടെ വന്ന് അച്ഛനെ കാണണമെന്ന്. എല്ലാവരോടും പറഞ്ഞപ്പോൾ എല്ലാവരും എന്നെ എതിർത്തു, കാണാൻ പാടില്ല, അതും ബസ്സിൽ കയറി വന്ന് ഇവിടെ വന്ന് കാണുന്നത് വളരെ റിസ്ക് ആണെന്ന്. പക്ഷേ അമ്മ തോന്നിപ്പിച്ചതായിരിക്കാം. ഞങ്ങളിവിടെ വന്നു. ഇവിടെ വന്നപ്പോൾ ഈ എൻട്രൻസിനകത്ത് പോലും കയറാനായിട്ട് അതുപോലെ ആളായിരുന്നു, അവിടം വരെ ആളായിരുന്നു. ഇതിനകത്തേക്ക് കയറാൻ ബുദ്ധിമുട്ടായിരുന്നു, വയറും വെച്ചുകൊണ്ട് അത്രയ്ക്ക് ബുദ്ധിമുട്ടി ഇവിടെ കയറി വന്നു. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് ചോദിച്ചു നമ്മൾ വന്നത് വെറുതെ ആയില്ലേ, ഇത്രയും റിസ്ക് എടുത്ത് ഇവിടം വരെ വരണമായിരുന്നോ, അച്ഛനെ ഇന്ന് കാണാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. ഞാൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു നമുക്കെന്നാൽ കാപ്പി കുടിച്ചിട്ട് വരാമെന്ന് പറഞ്ഞു. ഞങ്ങൾ പുറത്ത് പോയി കാപ്പി കുടിച്ചിട്ട് വന്നപ്പോൾ ഒരു 10-200 പേരെങ്കിലും ഉണ്ടായിരുന്ന ആ ലൈനിൽ 15 പേരായിട്ട് അവശേഷിച്ചു.
അപ്പോൾ ഈ കാര്യം എന്താണെന്ന് തിരക്കിയപ്പോൾ ഉടമ്പടി പുതുക്കിയവർക്ക് മാത്രമേ അച്ഛനെ കാണാൻ സാധിക്കുകയുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ 15 പേരിൽ ഏറ്റവും പുറകിൽ നിന്ന് ഞാൻ ഏറ്റവും ഗർഭിണി ആയതുകൊണ്ട് ആ പേര് വിളിച്ചപ്പോൾ എനിക്ക് ആദ്യം കയറി കാണാനുള്ള അവസരമുണ്ടായി. കാരണം അമ്മയ്ക്കറിയാം എൻ്റെ കാല് മുഴുവൻ വെരിക്കോസ് വെയിൻ ആയിരുന്നു. എനിക്കൊരു അല്പസമയം പോലും എനിക്ക് നിൽക്കാൻ പാടില്ലായിരുന്നു ഇവിടെ. അത് മറ്റാരും അറിഞ്ഞില്ലെങ്കിലും പരിശുദ്ധി അമ്മ അത് മനസ്സിലാക്കുന്നുണ്ടായിരുന്നു. അമ്മ ഏറ്റവും ആദ്യം അച്ഛനെ കാണാനുള്ള അനുഗ്രഹം എനിക്ക് തന്നു. അവിടെ വന്നപ്പോൾ എനിക്കൊന്നും പറയാൻ സാധിച്ചില്ല ഈ കാര്യങ്ങളൊന്നും. പ്രഗ്നൻസി ബ്ലെസ്സിങ് എന്ന് പറഞ്ഞാണ് എഴുതി തന്നത്. ഇവിടെ വന്നു, അച്ഛൻ കുരിശുരൂപം കൈ തന്നു, വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് തിരിച്ചയക്കുന്നതിന് മുമ്പ് അച്ഛൻ എന്നോട് ചോദിച്ചു, മോളെ നിനക്ക് വേറെ എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് എന്നോട് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, അച്ഛാ എനിക്കിതെൻ്റെ 4ാമത്തെ സിസേറിയൻ ആണെന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛൻ വളരെ കരുണയോടെ അലിവോടെ എനിക്ക് തോന്നി. വിശുദ്ധ ഗ്രന്ഥത്തിൽ പല ഭാഗത്തും ഈശോയുടെ തോന്നുന്ന അലിവ് എനിക്ക് പെട്ടെന്ന് അച്ഛൻ്റെ മുഖത്ത് നിന്ന് എനിക്കത് എനിക്കിവിടെ പറയണമെന്ന് ഇപ്പോൾ തോന്നി. എനിക്കത് പെട്ടെന്നുണ്ടായി. അച്ഛൻ എന്നെ വളരെ അലിവോടെ നോക്കി. അച്ഛൻ പരിശുദ്ധ അമ്മയുടെ അടുത്ത് പോയി നിന്ന് സംസാരിച്ചു, എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അച്ഛൻ തിരികെ വന്ന് എൻ്റെ ഉദരത്തിൽ കൈവച്ച് എനിക്ക് കുഞ്ഞിനും വേണ്ടി പ്രാർത്ഥിച്ച ശേഷം അച്ഛൻ സാഹിത്യ എൻ്റെ കയ്യിൽ തന്നിട്ട് മോളത് പോയി അടിവയറ്റിൽ പൂശി വിശ്വാസ പ്രമാണം ചൊല്ലി, പരിശുദ്ധ അമ്മയെ നിന്നെയും കുഞ്ഞിനെയും ഏൽപ്പിച്ച് നീ മടങ്ങിപ്പോക്കോളാൻ എന്നോട് പറഞ്ഞു. ഞാൻ അതുപോലെ തന്നെ ചെയ്തു. എന്തെന്നില്ലാത്തൊരു വിശ്വാസവും ശക്തിയും എന്നെ വന്ന് നിറഞ്ഞത് ഞാൻ അറിഞ്ഞു. പിന്നെ എന്നിൽ യാതൊരു ഭയവും ഇല്ലായിരുന്നു. ഓരോരോ വേദനകൾ വരുമ്പോഴും ഞാൻ പെട്ടെന്ന് ഭയപ്പെട്ടിരുന്നു, ഇതെന്തുവാ സ്കാറിൻ്റെ എനിക്ക് വളരെ തിന്നായിരുന്നു എൻ്റെ സ്കാർ, അത് പൊട്ടിപ്പോകുമോ എന്നുള്ള ഭയം എന്നെ നിരന്തരം വേട്ടയാടിക്കൊണ്ടിരുന്നു. പക്ഷേ എല്ലാം എന്നിട്ട് ഞാൻ ആഗ്രഹിച്ചു. നവംബറിലാണ് എനിക്ക് സിസേറിയൻ പറഞ്ഞിരുന്നത്. എന്നിട്ടും ഞാൻ ആഗ്രഹിച്ചു, അമ്മയുടെ മാസമായ ഒക്ടോബർ മാസത്തിൽ എനിക്ക് കുഞ്ഞിന് ജന്മം കൊടുക്കാൻ സാധിക്കണമെന്ന് ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചു. അന്ന് എനിക്ക് നവംബറിൽ ഫിക്സ് ചെയ്ത ഓപ്പറേഷൻ തലേ ദിവസം വന്ന് ഡോക്ടർ എനിക്കത് ഒക്ടോബർ 31 തന്നു. അങ്ങനെ ആ മാസം തന്നെ എനിക്ക് എൻ്റെ കുഞ്ഞിന് ജന്മം കൊടുക്കാൻ അനുഗ്രഹം ലഭിച്ചു. യാതൊരു കുഴപ്പവുമില്ലാതെ ഞാൻ ആ കുഞ്ഞിന് ജന്മം കൊടുത്തു. ഡോക്ടർ ഓപ്പറേഷൻ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എന്നോട് പറഞ്ഞു കഴിഞ്ഞു, തൻ്റെ സ്കാർ വളരെ തിന്നായിരുന്നു, തൊട്ടാൽ പോലും പൊട്ടിപ്പോകുന്ന ഈ സ്കാർ യാതൊരു കുഴപ്പവും ഇല്ലാതെ ഇരുന്നല്ലോ, ഇത് അത്ഭുതമായിരിക്കുന്നു എന്ന് ഡോക്ടർ എന്നോട് പറഞ്ഞു. അത്ര തിന്നായിരുന്നു എൻ്റെ സ്കാർ. ലഭിച്ച വലിയ അനുഗ്രഹത്തിന് പരിശുദ്ധ അമ്മയോട് ഞാൻ നന്ദി പറയുന്നു. അതിനുശേഷം ഞങ്ങൾ ഡിസ്ചാർജ് ആയപ്പോൾ കുഞ്ഞിൻ്റെ പൊക്കിളിൽ നിന്നൊരു ചെറിയ ബ്ലീഡ് ഉണ്ടായി. അത് ഞങ്ങൾ ഡോക്ടറെ കാണിച്ചപ്പോൾ ഞങ്ങൾ ഡിസ്ചാർജ് ചെയ്തെങ്കിലും ഡോക്ടർ ഒരു ടെസ്റ്റിന് വിട്ടിരുന്നു. PTT അവർക്ക് ഇച്ചിരി ഹൈ ആയിരുന്നു. വൈറ്റമിൻ K എന്ന് പറയുന്ന ഇതിൻ്റെ കുറവുണ്ടായിരുന്നു. അപ്പോൾ ഡോക്ടർ വളരെ പെട്ടെന്ന് എമർജൻസി ആയിട്ട് ബ്ലഡ് ബാങ്കുള്ള ഏതെങ്കിലും ഹോസ്പിറ്റലിൽ കൊണ്ട് കുഞ്ഞിനെ അഡ്മിറ്റ് ആക്കാനായിട്ട് പറഞ്ഞു. യാതൊരു കുഴപ്പവുമില്ലായിരുന്നു കുഞ്ഞാ. അപ്പം പെട്ടെന്ന് ഞാൻ അങ്ങ് ഡിപ്രസ്ഡായി വളരെയധികം കരഞ്ഞു, വിഷമിച്ചു. അപ്പോഴും എൻ്റെ ഇളയ നാത്തൂൻ എന്നെ വിളിച്ച് പറഞ്ഞു, നിൻ്റെ കയ്യിൽ തൈലമില്ലേ, അമ്മയുടെ തേനില്ലേ, പിന്നെ നീ എന്തിനാ ഈ കരയുന്നത്, നിനക്ക് ഇത്രയും വലിയ അത്ഭുതം അമ്മ ചെയ്തു തന്നിട്ടും നീ എന്തേ ഇങ്ങനെ വിശ്വസിക്കാത്തതെന്ന് ചോദിച്ച് എന്നെ വഴക്ക് പറഞ്ഞു. ഞാനത് തന്നെ ചെയ്തു. എന്നിട്ട് ഡോക്ടറിൻ്റെ കുഞ്ഞിനെ കൊണ്ട് അന്നേരം തന്നെ ഹോസ്പിറ്റലിൽ ബ്ലഡ് ബാങ്കുള്ള ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിച്ചു. അപ്പോൾ ഡോക്ടർ ടെസ്റ്റ് ചെയ്തിട്ട് പറഞ്ഞു, വൈറ്റമിൻ K കുറവുണ്ട്, ഇൻറ്റേർണൽ ബ്ലീഡിങ് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്, എന്നാലും ഭയപ്പെടേണ്ട, നിങ്ങൾ കുഞ്ഞുമായിട്ട് പോക്കോ, ധൈര്യമായിട്ട് പോക്കോ, ഒരു കുഴപ്പവുമില്ല, 2 ആഴ്ച കഴിയുമ്പോൾ നമുക്ക് ഒന്നുകൂടെ ചെക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. 2 ആഴ്ച കഴിഞ്ഞ് ചെക്ക് ചെയ്തപ്പോൾ കുഞ്ഞിന് യാതൊരു കുഴപ്പവുമില്ല. അതുപോലെ തന്നെ എൻ്റെ ഉടമ്പടിയിൽ ഞാൻ വെച്ചിരുന്നതാണ് അമ്മയുടെ രോഗസൗഖ്യം. അമ്മയ്ക്ക് വളരെ കാലങ്ങളായി വെരിക്കോസ് വെയിൻ്റെ ബുദ്ധിമുട്ടും കാലിന് മുട്ടിൽ നടക്കാൻ പോലും വളരെ പ്രയാസമായിരുന്നു. എൻ്റെ ആദ്യ ഉടമ്പടിയിൽ ഞാൻ അതും വെച്ചിട്ടുണ്ടായിരുന്നു. അതും എനിക്ക് സാധിച്ചു കിട്ടി. അതുപോലെ സഹോദരന് 3 വർഷമായിട്ട് കുഞ്ഞുങ്ങളില്ലായിരുന്നു. അവർക്ക് ഒരു സ്ഥലത്ത് ഒരുമിച്ച് നിൽക്കുവാനോ കുഞ്ഞുങ്ങളാകുവാനോ ഉള്ള കൃപയില്ലായിരുന്നു. ഈ 2 കാര്യം ഞാൻ എൻ്റെ ഉടമ്പടിയിൽ വെച്ചിരുന്നു. അത് രണ്ടും എനിക്ക് സാധിച്ചു കിട്ടി. ഈ മാർച്ച് 9-ാം തീയതി എൻ്റെ നാത്തൂനൊരു പെൺകുഞ്ഞിനെ, ആരോഗ്യമുള്ളൊരു പെൺകുഞ്ഞിനെ ജന്മം കൊടുത്തു. അതുപോലെ തന്നെ എൻ്റെ ഉടമ്പടി പുതുക്കിയപ്പോൾ ഞാനൊരു കാര്യം വെച്ചിരുന്നു. എൻ്റെ വിവാഹം കഴിഞ്ഞിട്ട് 12 വർഷമായി. 2010-ലായിരുന്നു വിവാഹം. 12-ൽ ഞങ്ങളൊരു ധ്യാനം കൂടാൻ പോയപ്പോൾ ഒരു അച്ഛൻ ഞങ്ങളോട് ചോദിച്ചു, ബാർ ഹോട്ടലിലാണ് എൻ്റെ ഹസ്ബൻഡ് ജോലി ചെയ്യുന്നത്, ഷെഫായിട്ടാണ് ജോലി ചെയ്യുന്നത്, എന്നാലും ചോദിച്ചു, ബാറിലെ ജോലി നിനക്കൊന്ന് മതിയാക്കി കൂടെ എന്ന് ചോദിച്ചു. അന്ന് തൊട്ട് ഞാൻ എൻ്റെ മനസ്സിലതൊരു കരടായിട്ട് കിടന്നു. ഞാൻ അന്ന് തൊട്ട് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു, ഈ ജോലി ഒന്ന് മാറിക്കിട്ടണം, അവിടെ നിന്ന് ജോലി മാറിക്കിട്ടണമെന്ന്. ഇത്ര ആയില്ല. ഇവിടെ വന്നപ്പം ഞാൻ ഇത് ഒരിക്കലും നടക്കാത്തൊരു പ്രാർത്ഥനയല്ലേ, അതുകൊണ്ട് ഇവിടെ ചുമ്മാ ഒന്ന് വെച്ച് നോക്കാമെന്നോർത്തു. എൻ്റെ ഉടമ്പടി പുതുക്കിയപ്പോൾ ഞാൻ അതിവിടെ വെച്ചു. ഞാൻ വീട്ടിൽ ചെന്ന് വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് എൻ്റെ ഹസ്ബൻഡ് എന്നെ വിളിച്ച് പറഞ്ഞു, ഇതുപോലെ എനിക്കൊരു റെസ്റ്റോറൻറ്റിൽ നിന്ന് എന്നെ വിളിച്ചിരിക്കുന്നു, അവർ പറഞ്ഞു പുതിയതായിട്ട് തരുന്ന റെസ്റ്റോറൻ്റാണ്, അത് ഓപ്പണാക്കി തരണം, അതിന് ഇനി അത് നഷ്ടമാണെങ്കിൽ പോലും തനിക്ക് 1 വർഷത്തേനുള്ള സാലറി അഡ്വാൻസ് ആയിട്ട് തന്നേക്കാം, തന്നെ അവിടെ വന്നേ പറ്റുള്ളൂ പറഞ്ഞ് എൻ്റെ ഹസ്ബൻഡിനെ നിർബന്ധിച്ചു. ഒരിക്കൽ പോലും 10 വർഷമായിട്ട് മാറാതിരുന്ന പുള്ളി പെട്ടെന്ന് തന്നെ ഇവിടെ ഞാനൊരു ഉടമ്പടി എഴുതി വെച്ചു. വീട്ടിൽ ചെന്നപ്പോഴത്തേക്കും അതിൽ വന്ന് എന്നെ വിളിച്ച് പറഞ്ഞു, ഓഗസ്റ്റ് 1-ാം തീയതി തൊട്ട് അവിടെ ജോയിൻ ചെയ്യണമെന്ന് വിളിച്ച് പറഞ്ഞു. അങ്ങനെ നിരവധിയായ ഒരുപാട് അനുഗ്രഹങ്ങൾ മാതാവിൽ ഞങ്ങൾ തന്നു, ചെറിയ ഒരുപാട് അനുഗ്രഹങ്ങൾ. അതെല്ലാം ഇവിടെ പറയാൻ പോയാൽ സമയം ഒത്തിരിയാവും. ഈ എല്ലാ അനുഗ്രഹങ്ങളെയും ഓർത്ത് പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകോടി നന്ദികൾ പറയുന്നു.
സോണിയ മനു കോട്ടയത്ത് നിന്ന് വന്ന ഈ സഹോദരി പറഞ്ഞ വലിയൊരു സാക്ഷ്യമാണ് നമ്മളിപ്പോൾ കേട്ടത്. അത് സോണിയ 2 പ്രാവശ്യം സിസേറിയൻ ആയിരുന്ന് 2 കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുത്ത്, അത് കഴിഞ്ഞ് 3ാമത്തെ കുഞ്ഞിനും ജന്മം ഗർഭിണിയായിരുന്ന സമയത്ത് കുഞ്ഞിനെ അതിൻ്റെ ഇളയ കുഞ്ഞിനെ കാണിക്കാൻ, ഡോക്ടറിനെ കാണിക്കുവാനായിട്ട് അങ്ങ് ഹോസ്പിറ്റലിൽ ചെന്നാണ്. അവിടെ ചെന്നിരിക്കുമ്പോൾ ഇവർ സാധാരണ കണ്ടുകൊണ്ടിരിക്കുന്ന ഡോക്ടർ ഗർഭിണിയാണല്ലോ. അപ്പോൾ ആ ഡോക്ടർ ഫ്രീ ആയിട്ട് അവിടെ ഇരിക്കുന്നത് കണ്ട് നല്ല ഒന്ന് കണ്ടു കളയാമെന്ന് വിചാരിച്ച്. പക്ഷെ വേറൊരു കാര്യം കൂടെ ഉണ്ടായിരുന്നു. അന്ന് രാത്രി, മുമ്പത്തെ ദിവസം രാത്രി എന്ന് പറയുന്നത് വല്ലാത്ത ഒരു വയറിന് ഒരു വേദനയും ഒരു കൺട്രാക്ഷനും ഉണ്ടായിരുന്നു. അതായത് എന്താ കൺട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ വയറ് ചുരുങ്ങുകയും, അതായത് നമ്മുടെ ഗർഭാശയം ചുരുങ്ങുകയും വികസിക്കുകയും ചെയ്യുന്ന അതിച്ചിരി കൂടുതലായിട്ടുള്ള ഒരു അനുഭവം ഈ കുട്ടിക്കുണ്ടായി. അതെന്ന് പറഞ്ഞാൽ 3ാമത്തതാണ്, 2 സിസേറിയൻ കഴിഞ്ഞതാണ്. അപ്പം ഇങ്ങനെ ഒന്ന് കണ്ടു കളയാമെന്ന് കരുതി അങ്ങ് ഡോക്ടറിനെ പോയി കണ്ട് കഴിഞ്ഞപ്പോഴാണ് ഡോക്ടർ പരിശോധിച്ചപ്പോൾ വളരെ ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ ഇവരെ സർജറിക്കായിട്ട് കയറ്റുകയാണ് ചെയ്യുന്നത്. കാര്യം എന്ന് പറയുന്നത് ഇവരുടെ ആ യൂട്രസിൽ മുൻപുണ്ടായിരുന്ന സ്കാറ് അത് ചെറുതായിട്ട് പൊട്ടി, ഇങ്ങനെ ആ സ്റ്റിച്ചൊക്കെ പോയ ഭാഗത്തെന്ന് പറഞ്ഞാൽ വീണ്ടിട്ട് അവിടെ കൊണ്ട് ബ്ലഡ് ചെറിയ ബ്ലീഡിങ് തുടങ്ങി. അതാണ് ഈ 2 സിസേറിയൻ മതി, 3ാമത്തത് വേണ്ട, അപകടമാണെന്ന് പറയാൻ കാരണമെന്ന് പറഞ്ഞാൽ തന്നെ ഇതാണ്. ഈ സ്കാർ എന്ന് പറയുന്നത് പെട്ടെന്ന് ഈ കൺട്രാക്ഷൻ മൂലം പൊട്ടിയിട്ട് രക്തം വാർന്ന് അമ്മയും കുഞ്ഞും മരിക്കാനായിട്ടുള്ള സാധ്യത ഉണ്ട്. അതാണ് മുന്നിൽ കണ്ടുകൊണ്ട് ഇത് വേണ്ട എന്ന് വെക്കുന്നത്. ഇവിടെ ഈ ഡോക്ടർ പിന്നെ വേറെ ഒന്നും ആലോചിച്ചില്ല. ഉടനെ അതായത് ഓൺ ദ സ്പോട്ടിൽ തന്നെ ആരുടെ അനുവാദം കൂടാതെ തന്നെ ഇവർ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കയറി തയ്യാറായി നിൽക്കുകയാണ്. ഈ മകൾ അവിടെ ചെല്ലുമ്പോൾ ഡോക്ടർ റെഡിയായി നിൽക്കുകയാണ്. പിന്നീടാണ് ഇതിൻ്റെ പേപ്പറുകളൊക്കെ ഒപ്പിട്ടൊക്കെ വാങ്ങിക്കുന്നത്. അപ്പോൾ അത്ര കണ്ട അപകടമുണ്ടായിരുന്ന ആ ഇതിലെന്ന് പറഞ്ഞാൽ ഇത് ഓപ്പറേഷൻ ചെയ്ത് കുട്ടിയെ എടുത്ത് അതൊക്കെ കഴിഞ്ഞിട്ട് ഇവർ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പം ഇതല്ല പറയാനായിട്ടുള്ളത്. ഇത് കഴിഞ്ഞ് ഏകദേശം ഒരു എത്ര നാൾ കഴിഞ്ഞപ്പോഴാണ് അടുത്ത 2 വർഷം കഴിഞ്ഞപ്പോൾ ഇവർ വീണ്ടും പ്രഗ്നൻ്റ് ആകുകയാണ് ചെയ്തത്. വീണ്ടും പ്രഗ്നൻ്റായി. അവിടെ പ്രഗ്നൻ്റായി കഴിഞ്ഞപ്പോൾ ഉടനെ തന്നെ അപ്പം മറ്റേ 3ാമത്തേലെന്ന് പറഞ്ഞാൽ പ്രസവം നിർത്തിയതാണ്. അത് പ്രസവം നിർത്തിയതുകൊണ്ട് ഇവർ ഡോക്ടറിനെ കാണിച്ചപ്പം പറഞ്ഞ് ഇത് ചിലപ്പോൾ ഇതൊരിക്കലും യൂട്രസിൽ ഈ കുഞ്ഞ് ആകാനായിട്ടുള്ള സാധ്യതയില്ല, ഇത് ട്യൂബുലർ പ്രഗ്നൻസി ആകാം, ട്യൂബിലായിരിക്കാം ഉള്ളത് എന്നുള്ളത് ഡോക്ടർ പറയുകയാണ്. അപ്പോൾ ഉടനെ തന്നെ അവരെന്ത് ചെയ്ത് എന്നിട്ട് സ്കാൻ ചെയ്ത് നോക്കിയിട്ട് പറഞ്ഞ് നമുക്ക് അന്നേരം സ്കാൻ ചെയ്തു ട്യൂബിലാണോ യൂട്രസിലാണോ എന്ന് അറിയാനായിട്ട് അന്നേരം തന്നെ സ്കാൻ ചെയ്തായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഒരാഴ്ച കൂടെ അല്ലെങ്കിൽ 2 ആഴ്ച കഴിഞ്ഞിട്ട് യൂട്രസിലാണ്, കുഞ്ഞ് യൂട്രസിൽ തന്നെയാണ്, പക്ഷെ അതിന് ഹാർട്ട് ബീറ്റ് ഒക്കെ പ്രോപ്പർ ആയിട്ടുണ്ടോ എന്ന് അറിയാൻ 2 ആഴ്ചയും കൂടി വെയിറ്റ് ചെയ്യണം. 2 ആഴ്ച കൂടെ അതിൻ്റെ ആ വളർച്ച ഒന്നാൽ ശരിയായിട്ടുള്ള ശ്വാസമൊക്കെ എടുക്കുന്നുണ്ടോ എന്നൊക്കെ ഒന്ന് അറിയുന്നതിന് വേണ്ടിയിട്ട് അത് 2 ആഴ്ചത്തെ സമയം കൊടുത്തു. 2 ആഴ്ച കഴിഞ്ഞ് അവർ വന്ന് പരിശോധിച്ചപ്പോൾ ഈ ട്യൂബിലുമല്ല, അത് യൂട്രസിൽ തന്നെയാണ്. ആ കുഞ്ഞിനെന്ന് പറയുന്നത് നല്ല ആരോഗ്യമുള്ള, നന്നായിട്ട് അത് ശ്വാസമൊക്കെ എടുക്കുന്ന ഹാർട്ട് ബീറ്റ് എന്ന് പറയുന്നത് ഒരു കുഴപ്പമില്ലാതെ വളരെ നന്നായി അത് എടുക്കുന്നത്. അപ്പം പക്ഷെ ഉടനെ തന്നെ ഇവരിത് പറഞ്ഞ് ഇതും ആയിട്ട് മുന്നോട്ട് പോകരുത്. ഇവിടെയാണ് പ്രശ്നം തുടങ്ങുന്നത്. അതായത് ഈ കുഞ്ഞ് ഈ ഗർഭാവസ്ഥ ഇതിങ്ങനെ മുന്നോട്ട് പോകരുത്, ഇത് അബോർട്ട് ചെയ്യണം, ഇല്ലെങ്കിൽ ഈ കുഞ്ഞും തള്ളയും മരിക്കാനുള്ള സാധ്യത ഉണ്ട്. ഇത് കേട്ടപ്പോൾ അവർക്ക് വലിയൊരു വിഷമം തോന്നി. എന്നിട്ട് അതിന് അബോർഷനുള്ള ഡേറ്റ് കൂടെ കൊടുത്ത്, ആ ഡേറ്റ് എന്ന് പറയുന്നത് ഒരു പ്രത്യേക ദിവസത്തിൻ്റെ പിറ്റേ ദിവസമാണ്. ഏതാണ്? ഓശാന ഞായറിൻ്റെ പിറ്റേ ദിവസമായിട്ടാണ് ഈ അബോർഷൻ്റെ ഡേറ്റ് കൊടുത്തത്. ഭർത്താവുമായിട്ട് ആലോചിച്ച് അത് കഴിഞ്ഞപ്പോൾ ഇവർക്ക് ഈ അബോർഷൻ ചെയ്യുക എന്ന് പറയുന്നത്, അത് യൂട്രസിൽ വളരുന്ന ഒരു കുഞ്ഞിനെ കൊല്ലുക എന്ന് പറയുന്നത് ഇവർക്ക് അത് സങ്കല്പിക്കാൻ പോലും പറ്റുന്നില്ല. അതുകൊണ്ട് അവർ 3 ഡോക്ടർമാരുടെ ഒപ്പീനിയൻ കൂടെ പിന്നീട് തേടുന്നു, പുറത്തുള്ള വേറെ. അവരും പറയുന്നത് ഇത് തന്നെയാണ്, അബോർഷനെ മാർഗമുള്ളതെന്ന്. അത് ഇത് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഉടനെ തന്നെ കണ്ട അവിടെയാണ് ഇവിടെ പ്രശ്നങ്ങളൊക്കെ പെട്ടെന്ന് ഡൈവേർട്ട് ചെയ്യുകയാണ്.
അതായത് ഉടമ്പടി എടുക്കുവാനായിട്ട് കൃപാസനത്തിലേക്ക് വരുന്നു. ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നീട് വന്നാണ് 7-ാം മാസം കഴിഞ്ഞപ്പോൾ അല്ലേ അച്ഛനെ വന്ന് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ വന്ന് കാണുന്നത്. അച്ഛനെ കാണാനായിട്ട് വലിയ ബുദ്ധിമുട്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ആ അച്ഛനെ കണ്ടു കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്ത് വളരെ പ്രശ്നവും കോംപ്ലിക്കേഷനുമായിട്ടുള്ള ഈ പ്രസവം, അതായത് മരണം മുന്നിൽ കണ്ടുകൊണ്ടുള്ളത് തന്നെയാണ്. അപ്പം അച്ഛൻ്റെ അടുത്ത് വന്നപ്പോൾ ഉടനെ തന്നെ ആ കൊടുത്ത ചീട്ടിൽ പ്രഗ്നൻസി കോംപ്ലിക്കേഷൻ എന്ന് മാത്രമേ എഴുതിയിട്ടുണ്ടായിരുന്നുള്ളൂ. പ്രഗ്നൻസി ബ്ലെസ്സിങ് എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പ്രഗ്നൻസി ബ്ലെസ്സിങ് എന്ന് മാത്രമേ എഴുതിയിട്ടുണ്ടായിരുന്നുള്ളൂ. അച്ഛനത് നോക്കിക്കഴിഞ്ഞപ്പം അച്ഛനെ പരിശുദ്ധാത്മാവ് തോന്നിച്ചതാണ്. അച്ഛനുടനെ എന്നെ പറഞ്ഞ്, മോളെ നിനക്ക് എന്തെങ്കിലും പറയാറുണ്ടോ? എല്ലാവരുടെ അടുത്തും അങ്ങനെ ചോദിക്കാറില്ല. നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിച്ചപ്പം പറഞ്ഞ് 4ാമത്തെ സിസേറിയൻ. അച്ഛൻ വളരെ ദയയോടുകൂടി ഈ മകളുടെ മുഖത്തേക്ക് നോക്കി. അച്ഛനറിയാം അതിൻ്റെ ഗൗരവം. അച്ഛൻ ഉടനെ തന്നെ എന്താ ചെയ്തത്, അമ്മ മാതാവിൻ്റെ അടുത്ത് വീണ്ടും പോയി നന്നായി ഒന്ന് പ്രാർത്ഥിച്ചിട്ട് ഈ മകളെ ബ്ലസ് ചെയ്ത് സൈത്ത് പൂശി, എന്നിട്ട് സൈത്ത് കയ്യിൽ കൊടുത്തിട്ട് പോയി ടോയ്ലറ്റിൽ പോയി ശുചിമുറിയിൽ പോയി അത് ഇന്ന കണക്ക് വയറിൽ പുരട്ടാൻ പറഞ്ഞു. എന്നിട്ട് അച്ഛൻ പറഞ്ഞ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ അഭിഷിക്തൻ പറഞ്ഞ ഒരു വാക്കുണ്ട്, അമ്മേ ഈ മകളെയും കുഞ്ഞിനെയും അമ്മയ്ക്ക് പരമേൽപ്പിക്കുന്നു എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ സംഭവിക്കാൻ പോകുന്ന വലിയ പ്രശ്നങ്ങൾ അത് അമ്മയെ അങ്ങ് ഏൽപ്പിക്കുകയാണ്, അമ്മയുടെ കയ്യിലേക്ക് അങ്ങ് കൊടുക്കുകയാണ്. അമ്മയെ വിശ്വസിച്ചാണ് ഇവർ ഈ സഹോദരി ഇവിടെ വന്നിരിക്കുന്നത്, ഭർത്താവൊക്കെ ആയിട്ട്. കാര്യം എന്ന് പറഞ്ഞാൽ എന്തും സംഭവിക്കുമെന്നുള്ളതാണ്. അപ്പം എന്തായാലും അടുത്ത സമയമായി 8ാമത്തെ മാസമായി 8 മാസം അവസാനം ഇവർക്കൊരു ആഗ്രഹം മനസ്സിൽ പറഞ്ഞിരുന്നത് ഒക്ടോബർ മാസത്തിൽ ഈ കുഞ്ഞിൻ്റെ ഡെലിവറി നടക്കണമെന്ന്. അത് നവംബർ ആദ്യത്തെ ദിവസമാണ്, നവംബർ 1-നായിരുന്നു ഈ ഡേറ്റ് കൊടുത്തിരുന്നത് സിസേറിയനുള്ള. പക്ഷേ അവർ ഡോക്ടർ മുമ്പത്തെ ദിവസം വന്നേച്ചും പറയുകയാണ്, ഇവരുടെ മനസ്സ് അമ്മ വായിച്ചറിഞ്ഞിട്ട് അമ്മ അതെന്താക്കി മാറ്റി ഒക്ടോബർ 31-ന് ഓപ്പറേഷൻ നടക്കുകയും ഈ കുഞ്ഞിനെ വെളിയിലെടുക്കുകയും ചെയ്യുന്നു. ആരോഗ്യമുള്ള ഒരു കുഞ്ഞ്, ഒരു കുഴപ്പമില്ലാതെ ആണ് അതിനെ കിട്ടിയത്. പ്രിയ സഹോദരങ്ങളെ, ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത്? അമ്മയിൽ പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ട് ഉടമ്പടിയെടുത്ത് ഉടമ്പടിയിലുള്ള നേർച്ച വസ്തുക്കളായ ഉടമ്പടി തൈലം കുരിശുവര ഇട്ട് വരയ്ക്കുന്നു. അത് കൂടാതെ കോംപ്ലിക്കേഷനായിട്ടുള്ള പ്രശ്നങ്ങൾ വന്നപ്പോൾ ജോസഫ് അച്ഛനെ കണ്ട്, ഇവിടുത്തെ അഭിഷിക്തനെ കണ്ട് അദ്ദേഹം അവരെ പ്രത്യേകം കൈവച്ച് പ്രാർത്ഥിക്കുന്നു. അവിടെയാണ് അത്ഭുതം നടക്കുന്നത്. അതല്ലേ എഫേസുസിൻ്റെ 2-ാം അധ്യായം 8-ാം തിരുവചനത്തിൽ പറയുന്നത്, വിശ്വാസം മൂലം കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത്, അത് നേടിയെടുത്തതല്ല, നിങ്ങൾ നേടിയെടുത്തതല്ല, ദൈവത്തിൻ്റെ ദാനമാണെന്ന്. അതെ, ഉൽപ്പത്തി 1-ാം അധ്യായം 28-ാം തിരുവചനത്തിൽ പറയുന്നത്, ദൈവം അവരെ ഇങ്ങനെ അനുഗ്രഹിച്ച് സന്താനപുഷ്ടമുള്ളവരായി വളരുവിൻ, ആ ഭൂമിയിലുള്ള എല്ലാറ്റിനെ കീഴടക്കുവിൻ എന്ന് പറഞ്ഞാൽ 1 അല്ല 2 അല്ല 3 അല്ല 4 കുഞ്ഞുങ്ങളെ കൊടുത്ത് സമൃദ്ധമായി അനുഗ്രഹിച്ച ഈ മക്കൾക്ക് ദൈവം കൊടുത്ത അനുഗ്രഹങ്ങളെ ഓർത്ത് നമുക്ക് ശക്തമായി കരങ്ങളടിച്ചുകൊണ്ട് നമുക്ക് ഈശോയെ അമ്മ മാതാവിനെ ഒന്ന് മഹത്വപ്പെടുത്താം.